വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്ട്രോബെറിൻ്റെ 4th സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഇന്നാട്ടോ ഇനോഗ്രേഷൻ വരുന്നത്. അപ്പോൾ നമ്മളിത് എല്ലാവരും ഇത് അവിടേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഏട്ടനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അപ്പൂട്ടതാ റെഡിയായി നിൽക്കുന്നുണ്ട്. അല്ലു അമ്മയും അപ്പനും നേരത്തെ പോയിട്ടുണ്ട്, പിന്നെ അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്ന് വരും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോവാം കേട്ടോ. ലുട്ടതാ നേരത്തെ തന്നെ അപ്പാപ്പൻ്റെയും ഉമ്മമ്മൻ്റെയും കൂടെ പോയി. ഞാനും അമ്മും സൂര്യചേട്ടനും കൂടെ കേട്ടോ പോയത്. നേരെ കണ്ണഞ്ചേരി ക്ഷേത്രത്തിലോട്ട് വിട്ടുട്ടോ. നമുക്ക് ആദ്യം തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇവരുടെ അനുഗ്രഹവും അനുവാദമൊക്കെ വേണമല്ലോ. അല്ലുട്ടൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ചന്ദനം വാങ്ങിച്ചിട്ട് അപ്പൂട്ടനും അമ്മൂനൊക്കെ തൊട്ട് കൊടുക്കുന്ന തിരക്കിലാട്ടോ. ഇതാണ് സ്ട്രോബെറി ഗ്രൂപ്പ്സിൻ്റെ 4th ചാപ്റ്റർ. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജ്യൂസിലും ഫ്രൂട്ട്സിലും ആട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉമ്മമ്മ ഇതാ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. ഞാനും അല്ലു അപ്പൂസേട്ടനൊക്കെ സ്കൈ ബ്ലൂ തീമിൽ ഇറങ്ങിയത് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് ചെറുതായിട്ട് ചീറ്റി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ട്രോബെറി ഗ്രൂപ്പ്സിൻ്റെ 2025 തന്നെയാണ് സ്ട്രോബെറി ഗ്രൂപ്പ്സിൻ്റെ 2nd ചാപ്റ്ററും 3rd ചാപ്റ്ററും ഇന്ന് 4th ചാപ്റ്ററും നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. 1st 2nd സെയിം ആണെങ്കിൽ 3rd 4th തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഞാൻ കോക്കനട്ട് ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ അപ്പൂസേട്ടൻ്റെ ഹാർഡ് വർക്ക്, ഐ ആം പ്രൗഡ് ഓഫ് യു മാൻ. അത് കഴിഞ്ഞ് നമ്മൾ ചായയും ലഡുവായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലോട്ട് ഫ്രൂട്ട്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മാമനും റാണിയും അമ്മൂമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അതാ കോക്കനട്ട് ഷോപ്പിലോട്ട് പോയപ്പം അവിടെ ഫ്രീസർ നിറയെ ഐസ്ക്രീമാണ് കേട്ടോ. അവിടെ ജ്യൂസ് ആണെങ്കിൽ ഇവിടെ ഐസ്ക്രീമാണ് കേട്ടോ. നിറയെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അതാ തുറന്ന് നോക്കുവാണ് കേട്ടോ. ഇവിടെ പോയാൽ എനിക്കിത് തന്നെയാണ് കേട്ടോ പണി. അങ്ങനെ അവിടെ കുറച്ച് നേരം റെസ്റ്റ് ഇരുന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ഥിര സ്പോട്ടായിട്ടുള്ള ആൽത്തറക്കൂട്ടത്തിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പൊറാട്ടയും മസാലക്കറിയും കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരെല്ലാം വെയിറ്റ് ചെയ്യുന്നത് ഗീ റോസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ. പക്ഷെ കുറച്ച് ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുമല്ലോ. അങ്ങനെ മാമനും അമ്മയൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് വിടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.